സ്നേഹപ്പെട്ട എല്ലാവർക്കും പ്രതിനിധിയിലേക്ക് സ്വാഗതം. നീ ജാഗ്രതയുള്ളവനായിരിക്കുക, മാനസാന്തപ്പെടുക. വെളിപാട് പുസ്തകം 1-19 വാക്യം. വെളിപാട് പുസ്തകത്തിൽ ഉദ്ധരിച്ച 7 നഗരങ്ങളിൽ ഏറ്റവും സമ്പന്നമായ ലവോദിക്കയിലെ ശീതോഷ്മാൻ സഭയെ വിവരിപ്പാൻ യേശു താവനരെ ഉപയോഗിച്ചു. തിരക്കേറിയ പണമിടപാട് കേന്ദ്രവും വസ്ത്രവ്യാപാര കേന്ദ്രവും ചികിത്സാ കേന്ദ്രമായിരുന്ന ഈ നഗരത്തിലെ ജലവിതരണം ദൂരെയുള്ള ഒരു ചൂട് നീരുറവിൽ നിന്നായിരുന്നു. അവിടെ നിന്നും ഒരു കനാൽ വഴി വെള്ളം ലവോദിക്കയിൽ എത്തുമ്പോഴേക്കും ആ ചൂടും തണുപ്പും അല്ലാത്ത സ്ഥിതിയായിരുന്നു. ആ സഭയും അങ്ങനെ ചൂടും തണുപ്പും ഇല്ലാത്തായിരുന്നു. യേശു പറഞ്ഞു, ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു. നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. ഇങ്ങനെ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല ശീതോഷ്ണവാനാകയാൽ നിന്നെ എൻ്റെ വായിൽ നിന്ന് ഉമിണ്ണുകളയും. വെളിപാട് പുസ്തകം 15 വാക്യം. ക്രിസ്തു വിശദീകരിച്ചു, എനിക്ക് പ്രിയമുള്ളവനായിരിക്കുകയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. ആകയാൽ നീ ജാഗ്രതയുള്ളവനായിരിക്കുക, മാനസാന്തപ്പെടുക. നമ്മുടെ രക്ഷകൻ്റെ ആഹ്വാനം നമുക്ക് ബാധകമാണ്. നിങ്ങൾ ആത്മീയമായി ശീതോഷ്ണ ആണോ? അവൻ്റെ തിരുത്തൽ സ്വീകരിച്ച് ആത്മാർത്ഥമായ തീക്ഷ്ണതയും ഉള്ള വിശ്വാസം ജീവിപ്പാൻ സഹായത്തിനായി അവനോട് അപേക്ഷിക്കാം. നിങ്ങളുടെ വിശ്വാസം താപനില എന്താണ്? ദൈവത്തോടുള്ള നിങ്ങളുടെ പ്രതിബദ്ധത ശീതോഷ്ണാവസ്ഥയിൽ ഉള്ളതാണെങ്കിൽ സ്നേഹത്തിൻ്റെ ഉത്സാഹം വർദ്ധിപ്പാൻ നിങ്ങൾ പ്രാർത്ഥിക്കില്ലേ? പ്രാർത്ഥിക്കാം. പിതാവേ, നിന്നോടുള്ള എൻ്റെ പ്രതിബദ്ധത തണുക്കുന്നുവെങ്കിൽ എൻ്റെ വിശ്വാസം ഉണർത്തുവാനും കൂടുതൽ ഊഷ്മളമാക്കുവാനും പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹത്തിൻ്റെ ചൂട് അയക്കണമേ. ആമേൻ. താങ്ക് ഗോഡ്. ഗോഡ് ബ്ലെസ് യു. പുതിയ ദിവസം പുതിയ അനുഭവങ്ങൾ ദൈവം നൽകട്ടെ. ഗോഡ് ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.